ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ മത്യാസ് അപ്പോസ്തലൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സുവിശേഷം സ്നേഹത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതായത് ഒരു സ്നേഹിതന് വേണ്ടി ജീവൻ തന്നെ ബലി കഴിക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ ഇവിടെ പ്രാധാന്യം നൽകുന്നത് സ്നേഹിതനാണ്. എൻ്റെ എല്ലാമായി കരുതുന്ന ജീവൻ പോലും ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി ബലിയായി നൽകണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചത് യേശുനാഥനാണ്. താൻ സ്നേഹിച്ചിരുന്നവർക്ക് വേണ്ടി അവൻ ജീവൻ തന്നെ ബലി കഴിച്ചുകൊണ്ട് സ്നേഹിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്യാസ് അപ്പോസ്തലൻ്റെ തിരുനാളാണ്. അപ്പോൾ ഈ തിരുനാളിന് ഈ സുവിശേഷമായി വളരെയധികം ബന്ധമുണ്ട്, സുവിശേഷ ഭാഗവുമായി. ഈ മത്യാസ് അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യൂദാസിന് പകരമായി യേശുനാഥൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പത്രോസ് അപ്പോസ്തലൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതായത് 12ാമത്തെ ആളായി യൂദാസിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് മത്യാസ്. അപ്പം അവിടെ മത്യാസിനെയും ജോസഫ് ബർണബാസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ഇവർക്ക് രണ്ടുപേർക്കുമാണ് കുറിയിടുന്നത്. ഇതിൽ മത്യാസിന് കുറി വീണു. അപ്പോൾ ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കാനുള്ള കാരണം ശിഷ്യന്മാരോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ പരസ്യജീവിത കാലത്തിനും അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും ഒക്കെ സാക്ഷ്യം വഹിച്ചിരുന്നവർ, കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നാണ് രണ്ടുപേരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവർ യേശുനാഥൻ അയച്ച 70 പേരിൽ ഒരാളാണ് മത്യാസ് എന്നും വിശ്വസിക്കുന്ന പാരമ്പര്യമൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വളരെ മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം കുറിയിട്ടവർ ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി അപ്പോസ്തലനെ ഈ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോസ്തല പദവിയിലേക്ക് മത്യാസിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ യൂദാസിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മത്യാസ്. അപ്പോൾ യൂദാസ് യേശുവിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലേക്ക് യേശുനാഥൻ വിളിച്ചപ്പോൾ യൂദാസ് അതേ എന്ന് ഉത്തരം മൂളിയത് യൂദാസിന് സ്വന്തം താല്പര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് നമ്മളത് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ വരെ തയ്യാറാകുന്നുണ്ട് അദ്ദേഹം. എന്നാൽ മത്യാസിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതേ എന്ന് മൂളിയെങ്കിൽ ഇന്നത്തെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മളെ സൂചിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലി കഴിക്കാനെടുത്ത തീരുമാനമാണ്. കാരണം നേതാവായ ക്രിസ്തുവിനെ അവർ കൊന്നു. ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഇരിക്കുകയാണ്. കാരണം അപ്പോഴും പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചിട്ടില്ല. പെന്തക്കോസ്തയ്ക്ക് മുമ്പാണിത്. അപ്പോൾ അവർ ഭയത്തിലാണ്. അവർക്കറിയാം മരണം നിഴല് പോലെ കൂടെയുണ്ട്, ഈ 11 പേരും കൊല്ലപ്പെടാം. അവിടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ മത്യാസ് എന്നിട്ടും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ വെളിപാട് അനുസരിച്ച് അപ്പോസ്തല ഗണത്തിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം നരഭോജികളുടെ നാട്ടിൽ ചെന്നെത്തപ്പെടുകയും അവിടെ മരണം വരിച്ചു എന്നൊക്കെ വിശ്വാസമുണ്ട്. അതല്ല, യഹൂദർ അദ്ദേഹത്തെ മോശയുടെ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തിയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ എന്തായാലും ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലി കഴിച്ച രക്തസാക്ഷിയായ അപ്പോസ്തലനാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മറ്റ് 11 പേരെക്കാളും അധികം മത്യാസ് അപ്പോസ്തലനെ അറിയുകയും ചെയ്യാം. കാരണം യേശു ഉണ്ടായിരുന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. അന്ന് അവരുടെ ചിന്ത യേശുനാഥൻ രാജാവാകുമെന്നും അതിൽ ആ രാജ്യത്വത്തിൽ അംഗങ്ങളാകാം എന്നുമൊക്കെയുള്ള ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ് അവർ അംഗമായി ചേർന്നത്. പിന്നീട് അവരുടെ ചിന്തയ്ക്ക് മാറ്റം വരുന്നുണ്ട്. പക്ഷേ മത്യാസ് അപ്പോസ്തലനാകട്ടെ മരണം ഉറപ്പാണ് എന്നറിഞ്ഞിട്ടും തിരഞ്ഞെടുത്തവരാണ്. ഇതാണ് യേശുനാഥൻ പറയുന്ന സ്നേഹം. അപ്പോസ്തലൻ കാണിക്കുന്ന സ്നേഹം നമുക്കും വിചിന്തനീയമാണ്. നമ്മളും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം യേശുവിനെ തിരഞ്ഞെടുത്തത് ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല. അതേ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാകാൻ തയ്യാറായത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ്. അതായത് സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഈ ഒരു വചനം നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്ന് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റെന്തിനേക്കാളും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്വന്തം ജീവനേക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തയ്യാറാകണമെന്ന് നമ്മളൊക്കെ അപ്പോസ്തലന്മാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, ക്രിസ്തുവിലാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് ക്രിസ്തുവിനെ എല്ലാറ്റിനും അധികമായി സ്നേഹിക്കാനാണോ, എന്നെക്കാളും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണോ എന്നൊരു ചോദ്യവും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലൻ്റെ ഈ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടും. അപ്പോൾ ഈ അപ്പോസ്തലനെ പോലെ ക്രിസ്തുവിനെ തീക്ഷ്ണതയോടെ സ്നേഹിക്കാൻ, എല്ലാറ്റിനേക്കാളും ഉപരി, എൻ്റെ ജീവനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും അവൻ്റെ വിളിക്ക് അനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.